ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മോശമായ ഒരു സമയത്തിലൂടെയാണ് മലയാള സിനിമ കടന്നു പോകുന്നത്. ഇതിന് പിന്നാലെ ഒരു നെഗറ്റീവ് ഇമേജാണ് മലയാള സിനിമയ്ക്കുള്ളതെന്ന അഭിപ്രായം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുകയും ചെയ്യുന്നു. താരസംഘടന പിരിച്ചുവിടുന്ന സ്ഥിതിയും വന്നിരുന്നു. പരസ്പരം താരങ്ങൾ കൊമ്പുകോർക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇതൊക്കെയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, നല്ലതും ചിലത് സംഭവിക്കുന്നുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ടൊവിനോ തോമസും ആന്റണി വർഗീസ് പെപ്പയും ആസിഫ് അലിയും. മലയാള സിനിമയിൽ ഇനി ഓണപ്പടങ്ങളുടെ കാലമാണ്. ഇതിൽ ശ്രദ്ധേയമായ 3 ചിത്രങ്ങളിലെ നായകന്മാർ ഒന്നിച്ചിറക്കിയ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ടൊവിനോ തോമസ്, പെപ്പെ, ആസിഫ് അലി എന്നിവരാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇറങ്ങുന്ന ചിത്രങ്ങളെ പ്രൊമോട്ട് ചെയ്ത് വീഡിയോ ഇറക്കിയിരിക്കുന്നത്. ആസിഫ് അലിയും അപർണ ബാലമുരളിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്യുന്ന കിഷ്കിന്ദ കാണ്ഡം സെപ്റ്റംബർ 12 തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. കക്ഷി അമ്മിണിപ്പിള്ളയ്ക്ക് ശേഷം ആസിഫും ദിൻജിത്തും ഒന്നിക്കുന്ന സിനിമ എല്ലാവരും കാണണമെന്ന് പറഞ്ഞെത്തുന്നത് ടൊവിനോ തോമസ് ആണ്. അതുപോലെ ടൊവിനോയുടെ അജയന്റെ 2ാം മോഷണം എന്ന സിനിമയും ഇന്ന് റിലീസാണ്. 3D ഫോർമാറ്റിൽ ഇറങ്ങുന്ന ആക്ഷൻ അഡ്വഞ്ചർ സിനിമയ്ക്ക് വേണ്ടി ടൊവിനോ തോമസിനൊപ്പം പെപ്പയും പ്രൊമോഷൻ വീഡിയോയിലെത്തി. പെപ്പയുടെ കൊണ്ടൽ എന്ന സിനിമയും എല്ലാവരും കാണണം. സിനിമയുടെ ട്രെയിലർ അത്രയും ആവേശം നിറച്ചതായിരുന്നു എന്ന് ആസിഫ് അലിയും പറയുന്നു. കൊണ്ടൽ നാളെ സെപ്റ്റംബർ 13 റിലീസ് ചെയ്യുന്നത്. ടൊവിനോ തോമസിന്റെയും ആസിഫ് അലിയുടെയും ആന്റണി പെപ്പയുടെയും ഇൻസ്റ്റഗ്രാം പേജിലൂടെ പുറത്തുവന്ന വീഡിയോയ്ക്ക് ഗംഭീര സ്വീകരണമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചിരിക്കുന്നത്. ഇതാണ് മലയാള സിനിമയുടെ യൂണിറ്റി, 3 പേർക്കും സല്യൂട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ് ആരാധകർ പങ്കുവയ്ക്കുന്നത്. സെലിബ്രിറ്റികളടക്കം പലരും ഈ ഒത്തൊരുമയെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് താരാരാധന കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്ത് ഫാൻസ് ഫൈറ്റുകൾ നടന്ന ഇൻഡസ്ട്രിയിലാണ് പുതിയ തലമുറയിൽപ്പെട്ട യുവതാരങ്ങൾ ഇത്തരത്തിൽ ഒത്തൊരുമയോടെ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നത് വളരെ പോസിറ്റീവായ കാര്യമാണെന്നും ഇത് മലയാള സിനിമയുടെ ഭാവി പ്രതീക്ഷയാണെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്.